إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أحسن الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ ആദരണീയരായ സത്യവിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാർ, എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ലോകത്തിൻ്റെ രക്ഷിതാവ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ എല്ലാ മേഖലയിലും അവനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതർഹിക്കുന്ന ഗൗരവത്തിൽ തന്നെ നിങ്ങൾ ഓരോരുത്തരെയും വസിയത്ത് ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിലേക്ക് ഒരു മനുഷ്യൻ കടന്നു വരികയാണ്. ആ മനുഷ്യനെ അവിടുത്തെ സ്വഹാബത്തിനൊന്നും പരിചയമില്ല. ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലാണ് നമ്മളിത് വായിക്കുന്നത്. അങ്ങനെ ആ മനുഷ്യൻ കടന്നു വന്ന് അവിടെയുള്ള ആളുകൾക്ക് പരിചയമില്ലാത്ത ഒരു അപരിചിതനായിട്ടുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ മേൽ യാത്രയുടെ ഒരു അടയാളവുമില്ല. മദീനയിലേക്ക് വരണമെങ്കിൽ ചുറ്റും പർവ്വതങ്ങളാണ്. അപ്പോൾ അവിടുന്ന് വരുമ്പോഴേക്ക് മുടി ജടപിടിച്ചിട്ടുണ്ടാകും, വസ്ത്രത്തിൽ മൺപുരണ്ടിട്ടുണ്ടാകും. അപ്പോൾ യാത്രയുടെ അടയാളമൊന്നുമില്ലാതെ നല്ല വെള്ള വസ്ത്രം ധരിച്ച് നല്ല വൃത്തിയുള്ള ഒരു മനുഷ്യൻ, കറുകറുത്ത മുടിയുമായി ഒരു മനുഷ്യന് റസൂലുള്ളാഹിയുടെ പള്ളിയിലേക്ക് കടന്നു വരികയാണ്. അങ്ങനെ ആ മനുഷ്യൻ കടന്നു വന്ന് റസൂലുള്ളാഹിയുടെ മുമ്പിലേക്ക് വന്നിരിക്കുക. അദ്ദേഹത്തിൻ്റെ കാൽമുട്ടുകൾ റസൂലുള്ളാഹിയുടെ മുട്ടിലേക്ക് ചേർത്ത് വെച്ച് അദ്ദേഹം റസൂലുള്ളാഹിയുടെ മുമ്പിൽ ഇരുന്നിട്ട് ചോദിക്കുകയാണ്, യാ മുഹമ്മദ് മൽ ഇസ്ലാം. മുഹമ്മദേ, ഇസ്ലാം എന്താണ്? സ്വഹാബത്ത് അവിടുന്ന് അമ്പരന്ന് നോക്കുകയാണ്. ആരാണ് ഈ മനുഷ്യൻ? നമ്മളിതുവരെ കണ്ടിട്ടില്ലാത്ത മനുഷ്യൻ നേരെ കടന്നു വരുന്നു, റസൂലുള്ളാഹിയുടെ മുമ്പിലിരിക്കുന്നു. എന്നിട്ട് റസൂലുള്ളാഹിയോട് ചോദ്യം ചോദിക്കുന്നു, മൽ ഇസ്ലാം. അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, മൽ ഇസ്ലാം എന്ന ചോദ്യത്തിന് ഇസ്ലാം എന്താണ് എന്നതിന് റസൂലുള്ളാഹി നൽകുന്ന ഉത്തരം ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നി റസൂലുള്ളാഹ് വ ഇഖാമുസ് സ്വലാത്തി
വഈതാഉ സകാത്തി വസൗമു റമദാന വഹജ്ജുൽ ബൈത്ത്. ഇത് പറയുമ്പോൾ ആ മനുഷ്യൻ പറയുന്നത് ഖാല സദ്ദഖ്ത, നീ പറഞ്ഞത് സത്യമാണ്. ഒരു മനുഷ്യൻ വരുന്നു, ചോദ്യം ചോദിക്കുന്നു, റസൂലുള്ളാഹി ഉത്തരം പറയുമ്പോൾ നീ പറഞ്ഞത് സത്യമാണെന്ന് പറഞ്ഞ് സത്യപ്പെടുത്തുകയും ചെയ്യുന്നു. ആരാണ് ഈ മനുഷ്യനെന്ന് സഹാബത്ത് അമ്പരന്ന് നോക്കുകയാണ്. ഇത് കുറച്ച് വിശാലമായ വിശദീകരണമുള്ള ഹദീസാണ്, കുറച്ചൊരു അല്പം നീളമുള്ള ഹദീസാണ്. അപ്പോൾ ഹദീസിൻ്റെ ബാക്കിയിൽ ഈമാൻ കാര്യം എന്താണെന്ന് ചോദിക്കുന്നു, അത് റസൂലുള്ളാഹി പഠിപ്പിച്ചു കൊടുക്കുന്നു. ഇഹ്സാൻ എന്താണെന്ന് ചോദിക്കുന്നു, റസൂലുള്ളാഹി പഠിപ്പിച്ചു കൊടുക്കുന്നു. അത് ഇൻഷാ അല്ലാഹ് വരും ഖുതുബയിൽ നമ്മൾ വിശദീകരിക്കും. അങ്ങനെ ഇസ്ലാം കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി പഠിപ്പിച്ച കാര്യമാണ്. പിന്നീട് ആ മനുഷ്യൻ എഴുന്നേറ്റ് പോയതിന് ശേഷം റസൂലുള്ളാഹി സ്വഹാബത്തിനെ വിളിച്ച് പറയണം, ആ വന്നത് ആരാണെന്ന് ഉമറെ താങ്കൾക്ക് അറിയുമോ എന്ന്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹു റസൂലുഹു അഅലം, അള്ളാഹു അവൻ്റെ റസൂലുമാണ് ഏറ്റവും കൂടുതൽ അറിയുന്നവർ. റസൂൽ നമ്മൾക്ക് അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് അത് ജിബ്രീലാണെന്ന്. ജിബ്രീൽ അലൈഹിസ്സലാമ നിങ്ങൾക്കിത് പഠിപ്പിക്കാൻ വേണ്ടി ജിബ്രീൽ അലൈഹിസ്സലാം മനുഷ്യൻ്റെ രൂപത്തിൽ വന്നതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഇതാണ് പ്രിയമുള്ളവർ ഉമ്മുസുന്ന, ഹദീസുകളിലെ ഉമ്മുൽ ഖുർആൻ ഫാത്തിഹ സൂറയാണെങ്കിൽ ഹദീസുകളിലെ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഹദീസ് ജിബ്രീൽ. ഈ ഹദീസിൽ ജിബ്രീൽ അലൈഹിസ്സലാം ആദ്യം പഠിപ്പിക്കുന്നത് മൽ ഇസ്ലാം, ഇസ്ലാം എന്നാൽ എന്താണെന്ന്. അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം പറഞ്ഞ ഇസ്ലാം കാര്യങ്ങൾ എണ്ണി പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ആദ്യം പറഞ്ഞ വാചകമുണ്ടല്ലോ പ്രിയമുള്ളവരെ, ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഷഹാദത്തുണ്ടല്ലോ, അതാണ് ഇസ്ലാം കാര്യങ്ങളിലെ ഒന്നാമത്തെ തൂണെന്ന് പറയുന്നത്. ഇസ്ലാം 5 തൂണുകളിലാണ് പടുത്തുയർത്തപ്പെട്ടിട്ടുള്ളത്. നമുക്കറിയാം, ഒരു കെട്ടിടം അത് ഉയർത്തണമെങ്കിൽ അതിന് തൂണുകൾ വേണം, അതിൻ്റെ സപ്പോർട്ടിന് മതിലുകൾ വേണം. എങ്കിൽ ഇസ്ലാം എന്ന ഈ മഹാ കെട്ടിടം അത് പടുത്തുയർത്തപ്പെട്ടിട്ടുള്ളത് 5 തൂണുകളിലാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തൂണാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന കലിമത്തു തൗഹീദ്. പ്രിയമുള്ളവരെ, ആ തൗഹീദ് മനസ്സിലാക്കാൻ, ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. എന്താണ് പ്രിയമുള്ളവരെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം? പലപ്പോഴും നമ്മൾ പറയാറുണ്ട് അള്ളാഹു അല്ലാതെ ഒരു ആരാധ്യനുമില്ല, അള്ളാഹു അല്ലാതെ ഒരു ആരാധ്യനുമില്ല എന്നാണ് നമ്മൾ പറയാറുള്ളത്. എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാചകത്തിന് അർത്ഥം ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്നാണ്. അള്ളാഹു അല്ലാതെ ഒരുപാട് ആരാധ്യന്മാർ ഇന്ന് ലോകത്തെ ആളുകൾ സ്വീകരിച്ചിട്ടുണ്ട്. ഈസാ നബിയെ ആരാധ്യനായി സ്വീകരിച്ചിട്ടുണ്ട്, കല്ലുകളെ ആരാധ്യന്മാരായി സ്വീകരിച്ചിട്ടുണ്ട്, മഹാന്മാരെ ആരാധ്യന്മാരായി സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ ആരാധ്യന്മാരുണ്ട്, അവർക്കൊന്നും ഹക്കില്ല, അവർക്കൊന്നും ആരാധിക്കപ്പെടുവാനുള്ള അവകാശമില്ല. അങ്ങനെ അവകാശമുള്ള ഒരേ ഒരു ആരാധ്യനുണ്ടെങ്കിൽ അത് അള്ളാഹു മാത്രമാണ്. അള്ളാഹു മാത്രമാണ് ആരാധനകൾക്ക് അർഹൻ എന്ന കലിമത്ത് തൗഹീദ് പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കണം. ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് അറിയിക്കുന്ന വാചകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ. മുസ്ലിങ്ങളെ വിളിച്ച് പറയല്ല, മൊത്തം ലോകത്തുള്ള എല്ലാ ജനങ്ങളെയും വിളിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും യാ അയ്യുഹന്നാസ് ഇഅ്ബുദൂ റബ്ബക്കും അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങളെ സൃഷ്ടിച്ച റബ്ബിനെ ആരാധിക്കുക. നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചു, നമ്മെ സൃഷ്ടിച്ച നമ്മുടെ റബ്ബിനെ നമ്മൾ ആരാധിക്കണം എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ളവർ, ഒരിക്കൽ മക്കയിൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഒരു വാർത്ത പ്രചരിക്കുകയാണ്. അല്ലമീൻ ഇതാ പുതിയ മതവുമായി വന്നിട്ടുണ്ട്, പുതിയ ആശയങ്ങളുമായി വന്നിട്ടുണ്ടെന്ന്. ഇതുവരെ ജീവിതത്തിൽ ഒരിക്കൽ പോലും കളവ് പറയാത്ത, അവിടുത്തെ എല്ലാ ഖുറൈശികളും എല്ലാ അറബികളും സത്യസന്ധൻ എന്ന് സർട്ടിഫിക്കറ്റ് നൽകിയ അല്ലമീൻ, അബ്ദുള്ളയുടെ മകൻ അല്ലമീൻ ഇതാ പുതിയ ആശയവുമായി വന്നിട്ടുണ്ട് എന്ന് വാർത്ത പ്രചരിക്കുകയാണ്. ഖുറൈശികളെ പ്രമാണികളായ ചില ആളുകൾ ഇത് പരസ്പരം സംസാരിക്കുമ്പോൾ ഉമയ്യത്ത് ബിൻ ഖലഫിൻ്റെ ചെവിയിലേക്ക് വരുന്ന വാർത്ത, ആ മതം, മുഹമ്മദിൻ്റെ ആ മതം നിന്റെ അടിമ ബിലാലും സ്വീകരിച്ചിട്ടുണ്ടെന്ന്. ഇത് കേട്ടതോടെ ഉമയ്യത്ത് ബിൻ ഖലഫ് കോപാകുലനായിക്കൊണ്ട് തൻ്റെ അടിമയെ തേടി പോകുക. ആ ചൂട് തുപ്പുന്ന മരുഭൂമിയിൽ ബിലാലിനെ കണ്ടുപിടിച്ച ഉമയ്യ ആ തീ പൊള്ളുന്ന മരുഭൂമിയിലൂടെ വലിച്ചിഴച്ച് കൊണ്ടുവരിക, കൈകാലുകൾ ബന്ധനസ്ഥനാക്കി ആ ബിലാലിൻ്റെ നെഞ്ചിലേക്ക് പാറക്കെട്ടുകൾ എടുത്തു വെക്കുക. ചാട്ടവാറ് കൊണ്ട് ഉപദ്രവിച്ച് മർദ്ദിച്ചുകൊണ്ട് ഉമയ്യത്ത് ബിലാലിനോട് പറയാണ്, ബിലാലെ
ലാത്തയെ വിളിക്ക്, ഉസ്സയെ വിളിക്ക്, അള്ളാഹുവിൽ പങ്കുകാരെ ചേർക്ക് എന്ന് പറഞ്ഞതിന് ബിലാൽ റളിയല്ലാഹു അൻഹു ആ കൊടും പ്രയാസത്തിൽ പോലും ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാചകം അഹദുൻ അഹദ്, അള്ളാഹു ഏകനാണ്, അള്ളാഹു ഏകനാണ് എന്ന വാചകം ഉറവിടുന്ന ബിലാൽ റളിയല്ലാഹു അൻഹുവിനെയാണ് നമ്മൾ ചരിത്രത്തിൽ കാണുന്നത്. പ്രിയമുള്ളവരെ, ആ വാചകം ഉച്ചരിക്കാൻ, ആ തൗഹീദിന്റെ വാചകം, ആ കലിമത്തു തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാചകം ഉറവിടാൻ ആ സധൈര്യത്തോടു കൂടി അവിടെ അവരുടെ മുമ്പിലേക്ക് ആ വാചകം ഉറവിടാൻ ആ ധൈര്യം കൊടുത്തത് എന്താണ്? ആ കലിമത്തു തൗഹീദ് അവരുടെ നെഞ്ചിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അള്ളാഹു അല്ലാതെ ഒരു ആരാധ്യനുമില്ല എന്ന കലിമത്തു തൗഹീദ് അവരുടെ നെഞ്ചിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, അത്തരത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. പരിശുദ്ധമായ ദീന് നമ്മ അതിനാണ് പഠിപ്പിക്കുന്നത്. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന ചോദ്യം നമ്മൾ പറഞ്ഞല്ലോ. നമ്മെ സൃഷ്ടിച്ച അള്ളാഹു സുബ്ഹാനഹു വ തആല, നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല, അവന് മാത്രമായിക്കൊണ്ട് നമ്മൾ ആരാധനകൾ, കർമ്മങ്ങൾ എല്ലാം അവനിലേക്കായിക്കൊണ്ട് നമ്മൾ ചെയ്യണമെന്ന്. ഒരിക്കൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം റസൂലുള്ളാഹിയോട് ചോദിക്കാണ്, റസൂലെ അയ്യു ദംബി ആദം, ലോകത്തിലെ ഏറ്റവും വലിയ പാപം ഏതാണ് റസൂലെ എന്ന് റസൂലുള്ളാഹിയോട് ചോദിക്കുമ്പോൾ അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന മറുപടി അൻത ജഅല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക, നിന്നെ സൃഷ്ടിച്ച നിന്റെ രക്ഷിതാവിന് പങ്കു ചേർക്കലാണ്. നീ നിന്റെ മാതാവിൻ്റെ ഗർഭാശയത്തിൽ ഒരു ഭിത്തിയെ പോലെ ഒട്ടി നിൽക്കുന്ന സമയത്ത്, നിനക്ക് വേണ്ട പോഷകങ്ങൾ നൽകാൻ ഒരു മഹാന്മാരും ഇല്ലാത്ത സമയത്ത്, ഒരു ബദരീങ്ങളും ഇല്ലാത്ത സമയത്ത്, ഒരു ഔലിയാക്കളും ഇല്ലാത്ത നേരത്ത്, ഒരു പ്രവാചകന്മാരും ഒരു മലക്കുകളും ഒരു ജിന്നുകളും ഒരു മഹാപാപ്പയും ഒരു ഔലിയാപ്പാപ്പയും ഇല്ലാത്ത സമയത്ത് നിനക്ക് വേണ്ട പോഷകങ്ങൾ നൽകി നിന്നെ ഒരു മനുഷ്യ കുഞ്ഞാക്കി ഇന്ന് കാണുന്ന രൂപത്തിലുള്ള ഒരു മനുഷ്യനായി നിന്നെ വളർത്തിക്കൊണ്ടുവന്ന നിന്റെ റബ്ബുണ്ടല്ലോ, ആ റബ്ബിൽ പങ്കു ചേർക്കലാണ് ഇബ്നു മസ്ഊദ് ഏറ്റവും വലിയ പാപമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. പ്രിയമുള്ളവർ, എത്ര ഗൗരവമുള്ള വിഷയമാണ്. നമ്മൾ എന്ത് തോന്നിവാസങ്ങൾ ചെയ്താലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു നൽകും. നമ്മൾ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ, കള്ളു കുടിച്ചു പോയിട്ടുണ്ടെങ്കിൽ, വ്യഭിചരിച്ചു പോയിട്ടുണ്ടെങ്കിൽ, അത് ആത്മാർത്ഥമായി അള്ളാഹുവിനോട് എടുത്ത് പറയുകയാണെങ്കിൽ അള്ളാഹ് പുറത്തു തരും. ഇനി അതല്ല, നമ്മൾ തൗബ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് ഒരുപക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് നമുക്ക് പുറത്തു തരും. എങ്കിൽ പ്രിയമുള്ളവരെ, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, എന്ത് തന്നെ പാപങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിലും അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് അള്ളാഹു ഒരുപക്ഷെ പുറത്തു നൽകും. എന്നാൽ ശിർക്ക് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ, ശിർക്ക് എന്ന വൻ പാപം അള്ളാഹുവിൽ പങ്കു ചേർത്തിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, നാളെ പരലോകത്ത് ഒരു രക്ഷയും ഉണ്ടാകില്ല. അള്ളാഹ് പുറത്തു തരൂല എന്നാ പറയണത്. ഈ കാരുണ്യവാനായ റബ്ബ് പറയാണ് പുറത്തു തരൂല എന്ന്. പ്രിയമുള്ളവരെ, ആ നരകത്തെ ഭയപ്പെടാൻ നമുക്ക് സാധിക്കണം. അത്തരത്തിൽ ശിർക്ക് ചെയ്യുന്ന ആളുകളുടെ സങ്കേതം നരകമാണ്. ശിർക്ക് ചെയ്യുന്ന ആളുകളുടെ സങ്കേതം നരകമാണ്. നമ്മൾ ഒരുപക്ഷെ വിചാരിക്കുന്നുണ്ടാവും, നമ്മൾ മുസ്ലിങ്ങളല്ലേ, മുഅ്മിനീങ്ങളല്ലേ, ഞങ്ങളെങ്ങനെയാണ് ശിർക്ക് ചെയ്യുക എന്ന്. പ്രിയമുള്ളവർ, നമ്മുടെ കൂട്ടത്തിൽ പലരിലും ശിർക്ക് കടന്നുകൂടുന്നുണ്ട്. ഒരു പ്രയാസം വരുന്ന സമയത്ത്, ഒരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് പല ആളുകളും ഇന്ന് ഓടുന്നത് തങ്ങന്മാരുടെ അടുത്തേക്കാണ്. ഒരുപാട് കാലമായി മക്കളില്ലാതെ കഷ്ടപ്പെടുന്ന ആളുകൾ മക്കളുമായി പോകുന്നത് തങ്ങന്മാരുടെ അടുത്തേക്കാണ്, ഔലിയാക്കളുടെ അടുത്തേക്കാണ്, ജാറങ്ങളുടെ അടുത്തേക്കാണ്, മക്ബറകളിലേക്കാണ് പല ആളുകളും പോകുന്നത്. ബദരീങ്ങളുടെ പേരിൽ ഒരു നേർച്ച ചെയ്താൽ മതി, ഉഹദിയങ്ങളുടെ പേരിൽ ഒരു നേർച്ച ചെയ്താൽ മതി, കുഞ്ഞുങ്ങളുണ്ടാകും എന്ന് പറഞ്ഞ് പല ആളുകളും അള്ളാഹ്ക്ക് മാത്രം കൊടുക്കേണ്ട സഹായതേട്ടങ്ങൾ, അള്ളാഹുവിനോട് മാത്രം അർപ്പിക്കേണ്ട ആരാധനാകർമ്മങ്ങൾ, നേർച്ച വഴിപാടുകൾ അത് മറ്റുള്ള സൃഷ്ടികളിലേക്ക് വെച്ചു കൊടുക്കുന്ന പല ആളുകളും, പല മുസ്ലിം ജനതയെയും ഇന്ന് നമ്മുടെ മുമ്പിൽ നമ്മൾ കാണുന്നുണ്ട്. പ്രിയമുള്ളവർ, ഒരു പ്രയാസം വരുമ്പോൾ നമ്മുടെ ആരാധനകൾ, നമ്മുടെ സഹായതേട്ടങ്ങൾ അത് അള്ളാഹുവിലേക്കാണ്. അതാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ എടുത്ത് നോക്കുക, അതിന്റെ പരിഭാഷകൾ എടുത്ത് വായിക്കുക. പരിശുദ്ധ ഖുർആൻ മുഴുവനും വിളിച്ചോതുന്നത് തൗഹീദിന്റെ വചനങ്ങളാണ്. അള്ളാഹുവിനെ ഏകനാക്കുക എന്നുള്ള വചനത്തിന്റെ ആ ഒരു ആശയമാണ് പരിശുദ്ധ ഖുർആൻ മുഴുവനായും നമ്മെ വിളിച്ചോതുന്നത്. പ്രിയമുള്ളവരെ, ഖുർആൻ എടുത്ത് നമ്മൾ വായിക്കണം. മൂസാ നബി അലൈഹിസ്സലാം പ്രയാസങ്ങൾ അനുഭവിച്ച് തൗഹീദ് എടുത്ത് പറഞ്ഞതിന്റെ പേരിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന്റെ പേരിൽ, അള്ളാഹു അല്ലാതെ ഒരു ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഒരുപാട് പ്രയാസം അനുഭവിച്ച പ്രവാചകനാണ്. അങ്ങനെ ഫിർഔൻ തൻ്റെ പട്ടാളത്തെ പറഞ്ഞയക്കുക.
ഊരിപ്പിടിച്ച വാളുകളുമായി ഇവരെ കൊന്നൊടുക്കാൻ, മൂസാ നബിയെയും തൻ്റെ ജനതയെയും കൊന്നൊടുക്കാൻ വേണ്ടി ഫിർഔനിൻ്റെ പട്ടാളപ്പട അവരെ പിന്നാലെ പോയി. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാം ഓടി രക്ഷപ്പെടാൻ വേണ്ടി പോവാം. അങ്ങനെ ചെന്നെത്തുന്നത് ചെങ്കടൽക്ക് മുമ്പിലാണ്. അവിടെ എത്തി നിൽക്കുന്ന സമയത്ത് മൂസാ നബിയുടെ ജനത പറഞ്ഞു, മൂസാ നബിയെ ഇന്നാല മുദ്റക്കൂൻ, നമ്മൾ പിടിക്കപ്പെട്ട് കഴിഞ്ഞു. പിറകിൽ ഫിർഔനിൻ്റെ പട്ടാളപ്പടയാണ്. അവരെ കയ്യിൽ കിട്ടിയാൽ അവർ വധിക്കാതെ നമ്മളെ വിടില്ല. മുമ്പിലാണെങ്കിൽ പ്രവിശാലമായ ചെങ്കടലാണ്. അതിലേക്ക് പോയാലും നമ്മൾ തീർച്ചയായും മുങ്ങി മരിക്കും. നമ്മൾ പെട്ടു നബിയെ എന്ന് പറഞ്ഞത് മൂസാ നബി അലൈഹിസ്സലാമ കൊടുത്ത മറുപടി, കല്ലാ കല്ലാ ഇന്ന മഅ റബ്ബി സയഹ്ദീൻ, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ടടോ, എന്നെ രക്ഷിക്കാൻ എൻ്റെ റബ്ബുണ്ടടോ. എനിക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, എനിക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ, ഫിർഔനിന്റെ പട്ടാളപ്പട പിന്നിൽ വന്ന് നിൽക്കുമ്പോൾ, മുമ്പിൽ ചെങ്കടൽ ഉണ്ടാകുമ്പോൾ എന്നെ എൻ്റെ റബ്ബ് രക്ഷിക്കുമെന്ന ആ വിശ്വാസം, പ്രിയമുള്ളവരെ, അതാണ് തൗഹീദ്. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ്. മനസ്സിലാക്കിയതിന്റെ ആ ഒരു ശ്രേഷ്ഠതയാണ് പ്രിയമുള്ളവർ നമ്മൾ കാണുന്നത്. പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അള്ളാഹുവിലേക്ക് മടങ്ങണം, ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ആ നാഥനിലേക്ക് മടങ്ങണം. മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം ഒരുപാട് കാലം കുഞ്ഞില്ലാതെ കഷ്ടപ്പെട്ട വ്യക്തിയാണ്. ഒരുപാട് പ്രായമായിട്ടും അദ്ദേഹത്തിന് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നില്ല. അള്ളാഹുവിനോട് ഒരുപാട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഒരുപാട് പ്രായമായി ഒരു സന്ദർഭത്തിൽ മറിയം ബീവി അലൈഹിസ്സലാമിയുടെ അടുക്കിലേക്ക് ചെല്ലുന്ന സമയത്ത് മറിയം ബീവിയുടെ മുമ്പിൽ ഒരുപാട് വിഭവങ്ങളുണ്ട്. പരിശുദ്ധ ഖുർആൻ പറയുന്ന ചരിത്രമാണ്. അങ്ങനെ ഒരുപാട് വിഭവങ്ങൾ കണ്ട് സക്കരിയ നബി അലൈഹിസ്സലാമ ചോദിക്കുകയാണ്, മറിയമ്മേ അന്നാ ലക്കി ഹാദ, എവിടുന്നാണ് നിനക്ക് ഇത്ര വിഭവങ്ങൾ ലഭിച്ചതെന്ന്. അതിന് മറിയം ബീവി അലൈഹിസ്സലാമ മറുപടി നൽകുന്നത്, പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഒരുപാട് നൽകുമെന്നാണ്. അപ്പോൾ ഈ കറാമത്ത് കണ്ടിട്ട് ഒരിക്കലും സക്കരിയ നബി അലൈഹിസ്സലാമ മറിയം ബീവിയോടല്ല ചോദിച്ചത്. മറിയം ബീവിക്ക് ഒരുപാട് കറാമത്ത് അള്ളാഹു നൽകുന്നുണ്ട്, ഒരുപാട് ശ്രേഷ്ഠതകൾ അള്ളാഹു നൽകുന്നുണ്ട്. എങ്കിൽ മറിയമിനോട് ശുപാർശ ചെയ്യാൻ പറയാം. മറിയം ബീവി ചോദിച്ചാൽ ചിലപ്പോൾ അള്ളാഹു കേൾക്കുമെന്ന് പറഞ്ഞ് സക്കരിയ നബി ഒരിക്കലും മറിയം ബീവിയോടല്ല ചോദിച്ചത്. അല്ലെങ്കിൽ അവിടെ നിന്ന് മുൻകഴിഞ്ഞ് പോയ പ്രവാചകന്മാരോടല്ല ചോദിച്ചത്. മുമ്പ് ഇബ്രാഹിം നബി കഴിഞ്ഞു പോയിട്ടുണ്ട്, നൂഹ് നബി അലൈഹിസ്സലാം കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരോടൊന്നും അല്ല ചോദിച്ചത്. അവിടുന്ന് സക്കരിയ നബി അലൈഹിസ്സലാം മിഹ്റാബിൽ കയറി നിന്ന് ചോദിക്കുന്നത് അള്ളാഹുവിനോടാണ്, പരിശുദ്ധനായ റബ്ബിനോടാണ്. ആ റബ്ബിനോട് ചോദിക്കുകയാണ്, അള്ളാഹു എനിക്ക് കുഞ്ഞുങ്ങളെ നൽകണമെന്ന്. അവിടുന്ന് ഒരു മഹാന്മാരെയും ഒരു ഔലിയാക്കളെയും മുൻപ് കഴിഞ്ഞു പോയ ഒരു പ്രവാചകന്മാരും ചോദിച്ചിട്ടില്ല. റസൂലുള്ളാഹിയുടെ കാലത്ത് ബദർ യുദ്ധത്തിന് ശേഷം ഏതാനും വർഷങ്ങൾ, 10-12 വർഷങ്ങൾ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിട്ടുണ്ട്. ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്കൊരു പ്രയാസം വരുമ്പോൾ ബദരീങ്ങളോട് ചോദിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ബദറിൽ പങ്കെടുത്ത സ്വഹാബികളോട് പോയി പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആവശ്യപ്പെടണമെന്ന് പഠിപ്പിച്ചിട്ടില്ല. ഇദസ്തഅൻത ഫസ്തഈൻ ബില്ലാഹ്, നീ സഹായം ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കണോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. നമുക്കൊരു പ്രയാസം വരുമ്പോൾ, ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ അള്ളാഹുവിലേക്കായിരിക്കണം നമ്മുടെ പ്രാർത്ഥന, അള്ളാഹുവിലേക്കായിരിക്കണം നമ്മുടെ സഹായത്തേട്ടം. അതൊരു സൃഷ്ടികളോടും പാടില്ല, അതൊരു മനുഷ്യരോടും പാടില്ല, അതൊരു കല്ലുകളോടും പാടില്ല, അത് മഹാന്മാരോട് പാടില്ല, അത് ജിന്നുകളോട് പാടില്ല, അത് മലക്കുകളോട് പാടില്ല, ഒരു സൃഷ്ടികളോടും പാടില്ല. അത് പരിശുദ്ധനായ അള്ളാഹുവിലേക്ക്, നമ്മെ സൃഷ്ടിച്ച് നമ്മെ പരിപാലിക്കുന്ന, നമുക്ക് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കി നൽകുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്കായിരിക്കണം നമ്മുടെ പ്രാർത്ഥനകൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഹീദിലായിക്കൊണ്ട് മരിക്കാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഊസിക്കും വയ്യായ സാനിയം ബി തഖ്വല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്, വസിയത്ത് ചെയ്യാൻ. നമ്മളൊരു യാത്ര പോകാൻ വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് വളരെ ദൈർഘ്യമുള്ളൊരു യാത്രയാണെന്ന് കൂട്ടുക. അപ്പോൾ നമ്മൾ യാത്രക്ക് വേണ്ടി ഒന്ന് ഒരുങ്ങും. അത്തരത്തിൽ നമ്മുടെ ഫോണ് ചാർജിലിട്ടു. ഒരു വലിയ യാത്രക്ക് വേണ്ടി ഒരുങ്ങുന്നതിൻ്റെ ഭാഗമായി നമ്മൾ ഫോണ് ചാർജിലിട്ടു. അങ്ങനെ നമ്മുടെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് യാത്രക്ക് പോകുന്നതിന് മുമ്പ്, വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഫോൺ എടുക്കുകയാണ്. ആ ഫോൺ എടുത്ത് നോക്കുമ്പോൾ നമ്മൾ സ്വിച്ച് ഇട്ടിട്ടില്ല എങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? പലപ്പോഴും നമുക്ക് സംഭവിക്കാറുള്ളതാണ്. വലിയൊരു യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങാൻ വേണ്ടി നമ്മൾ കുറേ നേരമായിട്ട് ഫോണ് ചാർജിലിട്ടിട്ടുണ്ട്, നോക്കുമ്പോൾ സ്വിച്ച് ഇടാൻ മറന്നുപോയി. എന്തായിരിക്കും നമ്മുടെ അവസ്ഥ?
പക്ഷെ എത്ര നേരം ഇട്ടിട്ട് ഇപ്പോൾ ഫോണാകെ അല്ലേ, വളരെ ഖേദമുണ്ടാവില്ല നമുക്ക്. നമ്മൾ ഒരുപാട് നേരം അതിനു വേണ്ടി സമയം മാറ്റി വെച്ച് പിന്നെ ചാർജ് ആകുന്നുണ്ടെന്ന് പ്രതീക്ഷിച്ച് നമ്മൾ എടുത്തു നോക്കുമ്പോൾ അവസാനം ചാർജില്ല. അത് വളരെ ഒരു പിന്നെ കഷ്ടപ്പാടുള്ള ഒരു അവസ്ഥയാണ്. എങ്കിൽ ആ ഒരു സന്ദർഭത്തിൽ നമുക്ക് വേണമെങ്കിൽ ചാർജറോട് കൊണ്ടുപോയിട്ട് മറ്റൊരു സ്ഥലത്ത് ഇടാം, യാത്രേൻ്റെ ഇടയ്ക്ക് ചാർജ് ചെയ്യാൻ പറ്റും, അങ്ങനെ ചെയ്യാം. പക്ഷേ ഇത്തരത്തിൽ ഖേദിക്കേണ്ട ഒരു അവസ്ഥ നാളെ പരലോകത്തുണ്ടാകും. നാളെ പരലോകത്ത് ഒരുപാട് അമലുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്, ഒരുപാട് പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് കരുതി നാളെ പരലോകത്ത് എത്തി നിൽക്കുന്ന സമയത്ത്, മീസാനിൽ നമ്മുടെ അമലുകൾ തൂക്കി നോക്കുന്ന സമയത്ത്, നന്മയുടെ തുലാസിൽ നമ്മുടെ അമലുകൾ കാണുന്നില്ലെങ്കിൽ, നമ്മുടെ ഏടുകൾ നമ്മുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുമ്പോൾ നമ്മുടെ നന്മകൾ അതിൽ കാണുന്നില്ലെങ്കിൽ, പ്രിയമുള്ളവർ, എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? ഒരു തിരിച്ചുവരവില്ല. മരണത്തിന് ശേഷം മരിക്കുന്ന സമയത്ത് റൂഹ് പിടിക്കുവാൻ വേണ്ടി മലക്കുൽ മൗത്ത് എത്തി നിൽക്കുന്ന സമയത്ത് മനുഷ്യർ ചോദിക്കുമെന്നാണ്, റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, ഒരു ചെറിയ സമയത്തിന് വേണ്ടി റബ്ബേ എൻ്റെ റൂഹ് എനിക്ക് വിട്ടു നൽകണം, കുറച്ച് സമയം എനിക്ക് തരികയാണെങ്കിൽ ഞാൻ നല്ലത് ചെയ്തോളാം എന്ന് പറഞ്ഞ് ആ ആത്മാവ് കരയുമെന്നാണ്. ഒരു സെക്കൻഡ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇല്ല. അങ്ങനെ ആ മരിച്ചു കഴിഞ്ഞ് പരലോകത്തെത്തി നിൽക്കുന്ന സമയത്ത് നമ്മുടെ അമലുകൾ പരിശോധിക്കുന്ന സമയത്ത് അമലുകൾ ഇല്ലെങ്കിൽ തിരിച്ചു വന്ന് അമല് ചെയ്യാൻ പ്രിയമുള്ളവർ അവസരമില്ല. എങ്കിൽ ഇത്തരത്തിലുള്ള ഖേദക്കാരുടെ അവസ്ഥ പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിൽ ശിർക്ക് ചെയ്യുന്ന ആളുകൾ, അള്ളാഹുവിൽ പങ്കുകാരെ ചേർക്കുന്ന ആളുകളെ പറ്റി അള്ളാഹു സുബ്ഹാനഹു വ തആല പറയല്ല, ഇൻ അശ്റക്ത, നീ ശിർക്ക് ചെയ്താൽ ലയഹ്ബതന്ന അമലുക്, നിന്റെ കർമ്മങ്ങളെല്ലാം നിഷ്ഫലമായി പോകുമെടോ. നീ ഒരുപാട് പ്രവർത്തിച്ച കർമ്മങ്ങൾ, നീ രാത്രിയിൽ ദൈർഘ്യമേറിയ രാത്രികളിൽ ഒരുപാട് നമസ്കരിച്ച രാത്രി നമസ്കാരങ്ങൾ, ഈ ചൂടുള്ള സമയത്തും നീ നോറ്റു വീട്ടിയ നോമ്പുകൾ, സുന്നത്ത് നോമ്പുകൾ, നീ എടുത്ത നോമ്പുകളും നീ ഖുർആൻ പാരായണം ചെയ്ത ആ ഓരോ ഹർഫുകളും നിനക്ക് ഉപകാരപ്പെടാതെ പോകും. നിന്റെ അമലുകൾ നിനക്ക് പിന്നെ ധൂളികളായി പോകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ലതകൂനന്ന മിനൽ ഖാസിരീൻ, നീ നഷ്ടക്കാരുടെ കൂട്ടത്തിലാകുമെന്ന്. പ്രിയമുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ശിർക്ക് എന്ന മഹാപാപം നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ അമലുകൾ ബാത്തിലായി പോകും. ഒരുപാട് പ്രവർത്തിച്ചാലും ഈ ചെറിയ പിന്നെ മഹാന്മാരോട് പോയി തേടുന്നത്, അല്ലെങ്കിൽ പള്ളികളിലേക്ക് നേർച്ചകൾക്ക് വേണ്ടി നമ്മൾ സംഭാവന ചെയ്യുന്നത്, ബദരീങ്ങളുടെ പേരിൽ നേർച്ച ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള കർമ്മങ്ങൾ കൊണ്ട് പ്രിയമുള്ളവർ നമ്മൾ പഠിക്കണം. ഈ ശരിയായ ദീന് നമ്മൾ പഠിക്കണം. എവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ ശിർക്ക് വരുന്നതെന്ന് നമ്മൾ പഠിക്കണം. പ്രിയമുള്ളവരെ, നമ്മുടെ മക്കൾക്ക് ഒരു പ്രയാസമുണ്ട്, രോഗമുണ്ടാകുന്ന സമയത്ത് അവരെ കൊണ്ടുപോയി ഒരു ചരട് കെട്ടുന്ന സമയത്ത്, ഒരു ഏലസ് കെട്ടുന്ന സമയത്ത് ആ പിഞ്ചു മക്കളെ കൊണ്ടാണ് നമ്മൾ ശിർക്ക് ചെയ്യിക്കുന്നത്. നാളെ പരലോകത്ത് യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബതിഹി വ ബനീഹി ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നുൻ യുഗ്നീ എന്ന് പറയുന്ന ആ പരലോകത്തെത്തി നിൽക്കുന്ന സമയത്ത് നമ്മുടെ മക്കൾ നമുക്കെതിരിൽ പ്രിയമുള്ളവരെ സാക്ഷി പറയുമെന്നാണ്. ആ മക്കളെ കൊണ്ട് ശിർക്ക് ചെയ്യിച്ചിട്ടുണ്ടെങ്കിൽ ആ മക്കൾ പറയും, എൻ്റെ ഉപ്പയാണ് എനിക്ക് ചരട് കെട്ടി തന്നത്, എൻ്റെ ഉമ്മയാണ് എനിക്ക് ഏലസി കെട്ടി തന്നത്, എൻ്റെ വെല്ലുമ്മയാണ് എന്നെ കൊണ്ട് ശിർക്ക് ചെയ്യിപ്പിച്ചതെന്ന് ആ മക്കൾ പ്രിയമുള്ളവരെ നമുക്കെതിരിൽ സാക്ഷി പറയുമെങ്കിൽ നമ്മൾ ഈ ഗൗരവത്തിൽ ഈ കാര്യം ശ്രദ്ധിക്കണം. നമ്മുടെ ജീവിതത്തിൽ ശിർക്ക് വരുന്നുണ്ടെങ്കിൽ ആ ശിർക്ക് പഴുതോടുകൂടി എറിഞ്ഞു മാറ്റാൻ, നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റാൻ നമുക്ക് സാധിക്കണം. അത്തരത്തിൽ ശിർക്കിൽ നിന്ന് മുക്തമായ ഒരു ജീവിതം നമുക്ക് ജീവിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് മാത്രം ആരാധന അർപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കണം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അലൈസല്ലാഹു ബിഅബ്ദിൻ കാഫ, അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, തൻ്റെ അടിമക്ക്, അള്ളാഹുവിൻ്റെ അടിമക്ക് ഇത്രയും കാലം നമുക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്ന, നമുക്ക് ശ്വസിക്കാൻ വായു, നമ്മുടെ മനുഷ്യ ശരീരം തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരുപാട് അനുഗ്രഹം നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. ഇത്രയും അനുഗ്രഹം നൽകിയ ആ അടിമക്ക് അവൻ്റെ അള്ളാഹു പോരെ, അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, അവന് പ്രാർത്ഥിക്കാൻ, സഹായം തേടാൻ, അവന് പ്രയാസമുണ്ടാകുമ്പോൾ തിരിച്ചു മടങ്ങാൻ അവൻക്ക് അവൻ്റെ റബ്ബ് പോരെ എന്ന് പ്രിയമുള്ളവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ചോദിക്കുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ റബ്ബ് പോരെ, നമ്മുടെ പ്രാർത്ഥനകൾക്ക്, നമ്മുടെ സഹായതേട്ടങ്ങൾക്ക്, നമ്മുടെ നേർച്ച വഴിപാടുകൾക്ക്, നമ്മുടെ നോമ്പുകൾക്ക് എല്ലാം ഒരു ഇഖ്ലാസോടുകൂടി അള്ളാഹുവിലേക്ക് മാത്രമായിക്കൊണ്ട് നമ്മൾ പിന്നെ നമ്മുടെ അമലുകൾ ചെയ്യാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കേൾക്കുന്നതിലുപരി അത് പഠിച്ച് മനസ്സിലാക്കി
ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് തെറ്റുകൾ നമ്മൾ ചെയ്തു പോയിട്ടുണ്ടാകും. ചെറുതും വലുതുമായ എല്ലാ തെറ്റുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്ത തെറ്റുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി, പിന്നെ അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ശിർക്ക് വന്നു പോയിട്ടുണ്ടെങ്കിൽ അതും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് മായ്ച്ചു കളഞ്ഞ് നമുക്ക് വേണ്ട രക്ഷ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ പരലോകത്ത് ഇതുപോലെ സ്വർഗ്ഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുവഹിദായിക്കൊണ്ട് അല്ലാഹുവിൽ മാത്രം ആരാധന അർപ്പിക്കുന്ന യഥാർത്ഥ തൗഹീദിലായിക്കൊണ്ട് അടിയുറച്ച് ജീവിക്കാനും അതനുസരിച്ച് മരിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഭയാനകമായ നരകത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ലോകത്തിൻ്റെ പല ഭാഗത്ത് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന പല ആളുകളുമുണ്ട്. ആ മുസ്ലിങ്ങൾക്ക്, ആ വിശ്വാസികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വേണ്ട എല്ലാ ആശ്വാസവും നൽകി അവരുടെ എല്ലാ പ്രയാസങ്ങളും ദൂരീകരിച്ച് നല്ലൊരു ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കടം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ അവരുടെ കടം എത്രയും പെട്ടെന്ന് വീട്ടാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്തഗ്ഫിറുല്ലാഹി ലീ വലക്കും വലിസായിരിൽ മുസ്ലിമീൻ മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അഖിമിസ്സലാം.